ഊർജ്ജ സംരക്ഷണ പദ്ധതിയുടെ പേരിൽ പൊതുമേഖലാ സ്ഥാപനമായ അനേർട്ട് കോടികൾ പാഴാക്കി. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നടത്തിയ പരിശോധനയിലാണ് ഊർജ്ജ സംരക്ഷണ പദ്ധതിക്കായി അനേർട്ട് 32 കോടിയിലധികം രൂപയുടെ നഷ്ടം വരുത്തിയതായി കണ്ടെത്തിയത്. പദ്ധതിയുടെ ഭാഗമായി 10 ലക്ഷം CFL ബൾബുകൾ വിതരണം ചെയ്തെങ്കിലും ഇതിന്റെ രേഖകളോ കണക്കുകളോ അനേർട്ടിന്റെ കൈവശമില്ലെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 365 യൂണിറ്റ് വൈദ്യുതിയും 8 LPG സിലിണ്ടറിന് തുല്യമായ പാചകവാതവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2008-ൽ ഊർജ്ജ സംരക്ഷണ പദ്ധതി ആവിഷ്കരിച്ചത്. അനർട്ടിനായിരുന്നു പദ്ധതി നടത്തിപ്പിന്റെ ചുമതല. ഊർജ്ജ സംരക്ഷണ പദ്ധതി പരാജയമാണെന്ന് കണ്ടതോടെ 2012-ൽ സർക്കാർ തന്നെ പദ്ധതി അവസാനിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കി. പദ്ധതി അവസാനിപ്പിച്ചെങ്കിലും ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ധനകാര്യ വകുപ്പിലെ ഇൻസ്പെക്ഷൻ വിഭാഗം അനർട്ടിലെത്തി പ്രാഥമിക പരിശോധന നടത്തി. ക്രമക്കേടുകൾ കണ്ടെത്തിയതിനാൽ വിശദമായ അന്വേഷണത്തിന് ലോക്കൽ ഫണ്ട് ഓഡിറ്റിനോട് ശുപാർശ ചെയ്തു. ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണുള്ളത്. നടപ്പാക്കാതെ ഉപേക്ഷിച്ച പദ്ധതിക്കായി അനർട്ട് ചെലവാക്കിയത് 45 കോടിയിലധികം രൂപ. 14 കോടി 50 ലക്ഷം രൂപയുടെ നഷ്ടവും 72 ലക്ഷം രൂപയുടെ പാഴ്ചെലവുകളും ഉണ്ടായതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഊർജ്ജ സംരക്ഷണ പദ്ധതി നടപ്പാക്കാനായി ടെറി എന്ന കമ്പനിക്ക് ടെൻഡർ നൽകിയതിലും ക്രമക്കേടുകൾ നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി 10 ലക്ഷം CFL ലൈറ്റുകൾ വിതരണം ചെയ്യാനായി 85 ലക്ഷം രൂപ ചെലവഴിച്ചെങ്കിലും ഇതിന്റെ വ്യക്തമായ കണക്കുകളും രേഖകളും അനർട്ടിന്റെ കൈവശമില്ല. ഊർജ്ജ സംരക്ഷണ പദ്ധതിക്കായി സമാഹരിച്ച തുകയിൽ നിന്ന് 24 കോടി രൂപ വകമാറ്റിയും ചെലവഴിച്ചു. ഉപകരണങ്ങൾ വാങ്ങാൻ കരാറിന് വിരുദ്ധമായി തുക അനുവദിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വാങ്ങിയ ഉപകരണങ്ങളുടെ സ്റ്റോക്കുകൾ സൂക്ഷിക്കാതിരുന്നത് അനർട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.